96 എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം സി പ്രേംകുമാറിന്റെ സംവിധാനത്തിൽ തമിഴിൽ നിന്നും പുറത്തിറങ്ങുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മെയ്യഴകൻ. അരവിന്ദ് സ്വാമി, കാർത്തി എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി ചിത്രത്തിൽ വരുന്നത്. ചിത്രം തിയേറ്ററിലൂടെ റിലീസായിരിക്കുകയാണ്. ഞാൻ ചിത്രം കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിൻമോഷ. ഏതൊരാളുടെ ലൈഫിൽ നടന്ന എന്തെങ്കിലും ഒരു കാര്യത്തിനെ ട്രിഗർ ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഗംഭീര ചിത്രമായിരുന്നു 96 എന്ന് പറഞ്ഞ ചിത്രം. ആ ചിത്രം കണ്ടിട്ടുള്ളവരൊന്നും ആ സിനിമ മറക്കാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എസ്പെഷ്യലി എനിക്ക് ആ സിനിമ എത്ര തവണ കണ്ടാലും ഒരു പുതിയ സിനിമ കാണുന്ന ഒരു ഫീല് നൽകുന്ന ഒരു സിനിമയാണ്. ആ സിനിമ സംവിധാനം ചെയ്ത സി പ്രേംകുമാറിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് മെയ്യഴകൻ എന്ന് പറഞ്ഞ സിനിമ. അത് അനൗൺസ്മെന്റ് നടത്തിയപ്പോൾ തൊട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം അദ്ദേഹം കഥ പറയുന്ന രീതി, അദ്ദേഹം ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതി, ഒരു ടെറൈനെ, ഒരു ഏരിയനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കര രസമാണ്. 96 എന്ന് പറഞ്ഞ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മനോഹരമായിട്ടാണ് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും, മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുള്ളി എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം 96 എന്ന് പറഞ്ഞ സിനിമ ഞാൻ തിയേറ്ററിലല്ല കണ്ടത്. അപ്പോൾ എനിക്കതൊന്ന് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം, അദ്ദേഹത്തിന്റെ ഒരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സൂര്യ ആണ് ചിത്രം, ജ്യോതിക സൂര്യയാണ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സി പ്രേംകുമാർ തന്നെ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണിത്. അരവിന്ദ് സ്വാമി, കാർത്തി, ശ്രീദിവ്യ, രാജ് കിരൺ, അങ്ങനെ തുടങ്ങി ഒരു ചെറിയ ഒരു കാസ്റ്റ് ആൻഡ് ക്രൂവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ചിത്രത്തിലുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഗോവിന്ദ് വസന്ത, ഇതിന്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഗോവിന്ദ് രാജ്. അപ്പം ചിത്രം എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയണ്ടേ, ഒരുപാട് മനസ്സ് നിറച്ച, ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ അറിയാതെ കരഞ്ഞുപോയ, ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ എന്നെ തന്നെ മറന്ന്, ഞാൻ തിയേറ്ററിലാണെന്നുള്ള കാര്യം മറന്ന് ഞാൻ ഔട്ട് ആൻഡ് ഔട്ട് ആ സിനിമയ്ക്കകത്തായിപ്പോയ ഒരു റെയർ ആൻഡ് റെയറസ്റ്റ് ടൈം ആയിരുന്നു ഇത്. ആ ഒരു 3 മണിക്കൂർ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് വാക്കുകളില്ല. കാരണം അത്ര മികച്ച രീതിയിലുള്ള ഒരു ഇമോഷണൽ ഫീലിങ്സ് റൈഡായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ അകത്ത് ആ സിനിമയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ഞാനുമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുത്തിയിരുന്ന് ആലോചിക്കേണ്ടി വരും. പക്ഷെ ഏതൊക്കെയോ പോയിന്റുകളിൽ ഞാൻ ഭയങ്കരമായിട്ട് ട്രിഗറായി, ഞാൻ എന്നെ മറന്നുപോയി. ഞാൻ ഫുൾ 200% ഞാൻ സിനിമയ്ക്കകത്തായിരുന്നു. ഇങ്ങനൊരു അനുഭവം വേറൊരു സിനിമയ്ക്ക് ഇനി തരാൻ പറ്റുമോ എന്നറിയില്ല. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വല്ലപ്പോഴുമാണ് ഉണ്ടാകുക. വളരെയധികം എൻജോയ് ചെയ്തു എന്ന് പറയാം. പെർഫോമൻസ് വൈസ് ആണെങ്കിലും, മ്യൂസിക് വൈസ് ആണെങ്കിലും, ഫ്രെയിം വൈസ് ആണെങ്കിലും, കഥ പറയുന്ന രീതി ആണെങ്കിലും, ക്യാരക്ടറൈസേഷൻ വൈസ് ആണെങ്കിലും, അതിൻ്റെ അകത്ത് പറയുന്ന പൊളിറ്റിക്സ് വൈസ് ആണെങ്കിലും ഗംഭീരമായിട്ട് മേക്ക് ചെയ്ത, ഓരോ ഡിപ്പാർട്ട്മെന്റ് സൂപ്പറായിട്ട് വർക്ക് ചെയ്ത, ഒരു വല്ലാതെ നമ്മളെ ഹോണ്ട് ചെയ്യുന്ന, നമ്മളെ ആ ഒരു ഫീലിങ്സിലേക്ക് നമ്മളെ ഇറക്കിക്കൊണ്ട് പോകുന്ന ഒരു മാജിക്കൽ ചിത്രമാണ് മെയ്യഴകൻ എന്ന് പറയുന്നത്. കുറച്ചും കൂടി നല്ല രീതിയിൽ പറയണമെന്നുണ്ടെങ്കിൽ സിനിമയ്ക്കകത്ത് ഒരു ഡയലോഗ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ പറയാം. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നെല്ലിക്ക കഴിച്ചിട്ട് വെള്ളം കുടിച്ച ഫീലാണെന്ന് പറയാം. കാരണം അതാണ് പടം. ഇതിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് അരവിന്ദ് സ്വാമി കാർത്തിയുടെ ഒരു കോംബോ ആണ്. അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. സിനിമയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ, ഡയലോഗ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ, തമ്മിലുള്ള കോൺവെർസേഷൻസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഡയലോഗ് റൈറ്റർ ആരാന്ന് എനിക്കറിയില്ല, പ്രേംകുമാർ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. ഓൾറെഡി പ്രേംകുമാർ ഇവർ ഇന്റർവ്യൂസിൽ പറഞ്ഞിരുന്നു, പ്രേംകുമാർ ഇതൊരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി എഴുതിയ ഒരു കഥയാണ്. അപ്പൊ അത് ഇവരെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ, വിജയ് സേതുപതി അതുപോലെ തന്നെ കാർത്തി, അരവിന്ദ് സ്വാമി ഒക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഒരു സിനിമയ്ക്കുള്ള സ്കോപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ ഇത് സിനിമയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഓൾറെഡി പറഞ്ഞിരുന്നു ഇതിനൊരു പ്രോപ്പർ എന്താ പറയാ തിരക്കഥയില്ല, അതൊരു ഒഴുക്കാണെന്ന് പറഞ്ഞിരുന്നു. സത്യമാണ്, സിനിമ കാണുമ്പോഴും ആ ഒഴുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അൻപാണ്, അൻപതാ എന്ന് പറയുന്ന പോലെ അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അകത്തുള്ളത്. അത് ഭയങ്കരമായിട്ട് വർക്കൗട്ടും ആയിട്ടുണ്ട്. ഒരുപാട് ഹ്യൂമർ സാധനങ്ങൾ ഇവർ രണ്ടുപേരും കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിയിൽ തിയേറ്ററിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. എല്ലാവരും ഒരു സ്ലോ പേസ് പടമാണ് കാണുന്നതെന്ന് തോന്നാത്ത രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അതൊരു നല്ലൊരു പോസിറ്റീവ്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റോറി ലൈൻ തന്നെയാണ്. എടുത്ത് പറയാൻ ഇങ്ങനെയാണ് സ്റ്റോറി പോകുന്നത് എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു ഒഴുക്കാണ് ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒഴുകി 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 പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
ജസ്റ്റ് ഒരു പ്ലോട്ട് പറയണമെന്നുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ജനിച്ചു വളർന്ന ഒരു സ്ഥലത്തേക്ക് അരവിന്ദ് സ്വാമി തിരിച്ചു വരുന്നതും തുടർന്ന് ഒരു കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് തിരിച്ചു വരുന്നതും പിന്നീട് എന്ത് നടക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഈ സിനിമയ്ക്കകത്ത് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ബാക്കി നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊരു ഒഴുക്ക് പോലെ ഇങ്ങനെയൊക്കെ പോവുകയാണ്. അതൊരു വളരെ രസമായിട്ട് തോന്നി, നല്ലൊരു സ്റ്റോറി ലൈനായിട്ട് തോന്നി, നല്ലൊരു കാര്യം കൺവേ ചെയ്യാൻ ശ്രമിച്ച പോലെ എനിക്ക് തോന്നി. നല്ല രീതിയിൽ അത് കൺവേ ആവുകയും ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് തഞ്ചാവൂരൊന്നും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ, തമിഴ്നാട്ടെ പറ്റി അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തമിഴ്നാടിൻ്റെ ഒരു ചെറിയൊരു പിക്ചർ നിങ്ങളുടെ മനസ്സിൽ കിട്ടും. അതുപോലാണ് ഇതിൻ്റെ ഓരോ പാട്ട് തൊട്ട് അതിൻ്റെ അകത്തെ സ്റ്റോറി, അതിൻ്റെ അകത്തെ ഡയലോഗ്സ്, അതിൻ്റെ അകത്തെ പൊളിറ്റിക്സ് എല്ലാം തമിഴ്നാട് എന്താണെന്ന് പറയുന്ന രീതിയിലാണ് ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ എഴുതണം, ഇങ്ങനെയൊക്കെ എഴുതിയാൽ മുത്ത് ഒന്നും പറയാനില്ല. പ്രേംകുമാർ മുത്താണ് ശരിക്കും പറഞ്ഞാൽ. കാരണം അത് ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പോയിലറായിപ്പോ, അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ പടം ഒരു രീതിയിൽ കണക്ട് ആയെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ LKG UKG പഠിച്ച തമിഴ്നാടായിരുന്നു. ഞാൻ കുറച്ച് നാൾ മുമ്പ് വരെ എൻ്റെ അമ്മയോട് ഞാൻ പറയുമായിരുന്നു, ഒന്ന് നമുക്ക് തിരിച്ചു പോകണം, തിരിച്ചു പോയിട്ട് അവിടെയൊക്കെ ഒന്ന് കാണണം. എൻ്റെ അച്ഛൻ പട്ടാളത്തിലായിരുന്നുകൊണ്ട് തന്നെ ക്വാർട്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം. ആ സ്ഥലങ്ങളൊക്കെ ഒന്ന്, ആവടി എന്ന് പറയുന്ന സ്ഥലത്താണ് തമിഴ്നാട്, ആവടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ അവിടേക്ക് ഒന്ന് പോയി കാണണം എന്ന് ഞാൻ എപ്പോഴും അമ്മയോട് പറയും. പക്ഷെ പോകാൻ പറ്റിയിട്ടില്ല. ഈ സിനിമയിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ പെട്ടെന്ന് എനിക്കത് എവിടെയോ ട്രിഗറായി. കണക്ട് ആവും, എല്ലാവർക്കും കണക്ട് ആവുന്ന രീതിയിലുള്ള ഒരു പടമാണ്. അടുത്തൊരു ഗംഭീര പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ മ്യൂസിക് തന്നെയാണ്. ഗോവിന്ദ് വസന്തയുടെ, എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല. പുള്ളി നമ്മുടെ ഉലക നായകൻ കമൽഹാസനെ പിടിച്ച് ചാറ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. കാരണം അതുപോലെ അദ്ദേഹത്തിന് ആ കമൽഹാസന്റെ സൗണ്ട് അറിയാമല്ലോ, ഒരു ഡിവൈൻ സൗണ്ടാണ്, ഒരു മാജിക്കൽ സൗണ്ടാണ്. അത് അത്ര മെലഡി രീതിയിലെടുത്ത് ആ സറൗണ്ടിങ്ങിൽ ആ പാട്ട് കേൾക്കുമ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു സിറ്റുവേഷനിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ട് ഈ പാട്ട് വരുമ്പോൾ നമ്മൾ അവിടെ ഫ്ലാറ്റ്. സിനിമ തുടങ്ങി ഒരു 5 മിനിറ്റിലേക്ക് കിടക്കുന്ന സമയത്ത് തന്നെ ഈ സാധനം വിട്ട് നമ്മൾ അവിടെ ഫ്ലാറ്റ് ആക്കി കളയാണ്. സൂപ്പറായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആകട്ടെ, പാട്ടുകളാകട്ടെ. എനിക്ക് തോന്നുന്നു 96-ന് ശേഷം ഗോവിന്ദ് വസന്തയുടെ ബെസ്റ്റ് വർക്കായിരിക്കും ഇത്, സംശയമില്ലാതെ പറയാൻ പറ്റും. സൂപ്പർ വർക്ക്, സൂപ്പർ. അരവിന്ദ് സ്വാമിനെയും കാർത്തിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി വന്ന ആൾക്കാരെല്ലാം അവരുടെ റോളുകൾ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല പെർഫോമൻസ് ചെയ്തു എന്നുള്ള, രാജ് കിരണൊക്കെ എസ്പെഷ്യലി നല്ല കുറച്ച് പെർഫോമൻസുകൾ പെട്ടെന്ന് ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഒക്കെ ചെയ്തിരുന്നു. അതുപോലെ വന്ന ആൾക്കാരെല്ലാം തന്നെ എന്തെങ്കിലും ഒന്ന് പറയാൻ, ഒരു കൺവേ ചെയ്തിട്ടാണ് പോകുന്നത്. ജസ്റ്റ് ഒന്ന് സ്ക്രീനിലേക്ക് വന്നിട്ട് പോവുകയാണെങ്കിൽ കൂടി, സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ആ സിനിമയുടെ ഇടയ്ക്കൊരു പയ്യൻ വരുന്നുണ്ട്, ഒരു ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി മാത്രം. അവൻ്റെ ഫേസ് പോലും കാണിക്കുകയല്ല, പക്ഷെ അവൻ്റെ ഏതാണ്ട് അവൻ്റെ നേച്ചറും സ്വഭാവവും നമുക്ക് മനസ്സിലാവും. അതുപോലെയാണ് ഓരോ കഥാപാത്രങ്ങളുടെ ഡയലോഗ്സിലടക്കം അത്ര കെയർ ചെയ്തിട്ടാണ് ഈ സിനിമയെ കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ആക്ടേഴ്സിനും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും അവരുടെ റോളുകൾ എന്താണെന്ന് മനസ്സിലാക്കി അവർക്കൊരു ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അത് തന്നെ ഒരു വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഇതിലെ ഒരു വലിയ നെഗറ്റീവ് പറയാനാണെന്നുണ്ടെങ്കിൽ, ഈ അടുത്തായിട്ട് തമിഴ് സിനിമകൾ എന്നെ വല്ലാണ്ട് കരയിക്കുന്നുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളൊരു നെഗറ്റീവ്. എന്തിനാണ് എന്നെ ഇങ്ങനെ കരയിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് നേട്ടം കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങ് ഫീലിങ്സ് വാരി വെതറി, ഇമോഷൻസ് വാരി വെതറി, വെറുതെ മനുഷ്യനെ ഇട്ട് തിയേറ്ററിൽ ഇട്ട് നാണം കെടുത്തുകയാണ്. ഞാൻ എത്രയാണ് കരഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ സിനിമ തുടങ്ങി ഒരു സിറ്റുവേഷനിൽ തന്നെ ഞാൻ 5-ാം മിനിറ്റിൽ തന്നെ ഞാൻ കരഞ്ഞുപോയി. പിന്നെ തുടരെ ഒരു ഇന്റർവെൽ വരെ ഞാൻ നല്ല കരച്ചിലായിരുന്നു. ഇന്റർവെലിന് ശേഷം കുറച്ചു നേരം ഒന്ന് സമാധാനത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് തുടങ്ങി കരച്ചിൽ. ക്ലൈമാക്സ് ശരിക്കും പറഞ്ഞ ഒരു വല്ലാത്തൊരു ഇടി തരുന്ന ഒരു ക്ലൈമാക്സ് ആയിരുന്നു. പെട്ടെന്ന് പറയുകയാണെങ്കിൽ അത് ട്വിസ്റ്റൊന്നും ഞാൻ പൊളിക്കുന്നില്ല. അത് ഞാൻ മനസ്സിലാക്കിയ ഒരു ക്ലൈമാക്സ് ആക്കി ആവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിച്ച് സിനിമയിൽ നിന്ന് ഇറങ്ങി വന്നത്. അതങ്ങനെ തന്നെ ആയിരിക്കും അവർ ഉദ്ദേശിച്ചത്. എന്തായാലും പെട്ടെന്നൊരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കാൻ സാധിച്ചു. ഒരു ക്ലൈമാക്സിൽ നമ്മൾ പ്രതീക്ഷിച്ച സാധനത്തിന്റെ മേളിൽ നമുക്കിട്ടൊരു കൊട്ട് തന്നിട്ട് ഇനി നീ കൊണ്ടുപോടാ എന്ന് പറയുന്ന രീതിയിലോട്ട് ഒരു വളരെ രസകരമായ രീതിയിൽ അതിനെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് പറയാനുള്ള നെഗറ്റീവ്. എന്തിനാണ് എന്നെ വെറുതെ കരയിക്കുന്നത്? എല്ലാവർക്കും കണക്റ്റ് ആകുന്ന ഒരു ചിത്രമാണോ മെയ്യഴകൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ അറിയില്ല. പക്ഷേ മെയ്യഴകൻ ഡിഫറെൻ്റ് ആണ്. ഒരു ഡിഫറെൻറ്റ് വേ ഓഫ് അപ്രോച്ചാണ് സിനിമയ്ക്ക്, ഡിഫറെൻറ്റ് വേ ഓഫ് ഫീലിങ്സ് ആണ് ഇതിൽ നമുക്ക് കിട്ടുന്നത്. മൊത്തത്തിൽ ഒരു ഡിഫറെൻറ്റ് ഫിലിമാണ് ശരിക്കും പറഞ്ഞാൽ. സ്ലോ പേസിലുള്ള
മെല്ലെ കഥ പറയുന്ന കോൺവെർസേഷൻസ് ഒക്കെ ഒരുപാടുള്ള ആ, പല ചില പോയിന്റുകളിൽ വളരെയധികം ഇമോഷണലി ട്രിഗർ ചെയ്യിപ്പിക്കുന്ന അങ്ങനെയുള്ള കണ്ടന്റുകളൊക്കെ ഉള്ള സിനിമകൾ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയ്യഴകന് പോയി കാണുക. നിങ്ങൾക്ക് ഒരുപാട് മനസ്സ് നിറയുന്ന, ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന, ഒരുപാട് സങ്കടം മീൻസ് സന്തോഷം കൊണ്ടുള്ള സങ്കടം, കണ്ണുനീരും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഗംഭീര ചിത്രമായിരിക്കും. ഇപ്പം മണിയടിക്കുന്ന കേട്ടില്ല, സത്യമാണ്. അത്ര മികച്ച രീതിയിൽ എടുത്ത ഒരു ഗംഭീര ചിത്രം തന്നെയാണ് മെയ്യഴകൻ എന്ന് പറഞ്ഞ സിനിമ. താല്പര്യമുള്ളവർ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിച്ചു നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്. போய் வா கலங்காதே கலங்காதே மகனே